പാകിസ്ഥാന്റെയും ചൈനയുടെയും എന്തിനേറെ അമേരിക്കയുടെ വരെ നിരന്തരമായി കണ്ണുവന്ന് വീഴുന്ന ഒരു ഇടമുണ്ട് ഇന്ത്യയിൽ. അതാണ് ചാന്ദിപ്പൂർ മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ച്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20-നായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ അഗ്നി 5 മിസൈൽ ഒഡീഷയിലെ ചാന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് ഇന്ത്യ അതീവ വിജയകരമായി പരീക്ഷിച്ചത്. വളരെയേറെ പരിമിതികളുണ്ടായിരുന്നു ഈ പരീക്ഷണത്തിന്. കാരണം 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈൽ പരീക്ഷിക്കാൻ ഏതാണ്ടൊക്കെ അത്രയും ദൂരം വേണ്ടിവരും ആനുപാതികമായി. ഇതൊരു ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈൽ ആയതിനാൽ ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ അന്താരാഷ്ട്ര സംഘടനകൾക്ക് വിലക്കുമുണ്ട്. ഈ ഒരു പരീക്ഷണം നടത്തുന്നതിന് ചില കടുത്ത മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുമുണ്ട്. പക്ഷെ ഇന്ത്യ അത് സാധിച്ചു. എവിടെ വെച്ച്? ചാന്ദിപ്പൂരിൽ വെച്ച്. അതിനു മുമ്പ് കപ്പലുകളിലെ ലക്ഷ്യങ്ങളെ തകർക്കാനായി ഇന്ത്യ നിർമ്മിച്ച ആന്റി നേവൽ ഷിപ്പ് മിസൈലുകൾ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നുമാണ് അതിവിജയകരമായി പരീക്ഷിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു. അഗ്നിയുടെയും പൃഥ്വിയുടെയും ഒരുപാട് വേരിയന്റുകൾ ഇവിടെയാണ് പരീക്ഷിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അതിപ്രധാനമായ മിസൈൽ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഈ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ നടത്തുന്നത്? ഇതിന്റെ ഉത്തരം അഗ്നി, പൃഥ്വി മിസൈലുകളുടെ വിജയത്തിൽ തന്നെയുണ്ട്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ ഹൃദയം തന്നെയാണ് ഈ ഒഡീഷയിലെ ചാന്ദിപ്പൂർ. DRDO വികസിപ്പിച്ചെടുത്ത അഗ്നി 5 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളൊരു ആണവ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. 1.5 ടൺ വരെയുള്ള ആണവ പോർമുന വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ മിസൈൽ 5-നെ യൂറോപ്പും അമേരിക്കയും ഒക്കെ ഇപ്പോൾ ഭീതിയോടെയാണ് നോക്കുന്നത്. ഏഷ്യയുടെ എല്ലാ ഭാഗത്തും യൂറോപ്പിന്റെ ഒട്ടുമിക്ക മേഖലകളിലും എത്താൻ ഈ മിസൈലിന് സാധിക്കും. കപ്പൽ ലോഞ്ചിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലാണെങ്കിൽ ആ അഗ്നി 5-ന് അമേരിക്കയുടെ വരെ സമുദ്ര അതിർത്തിയിൽ ചെന്ന് മിസൈൽ വിക്ഷേപിക്കാനാവും. അഗ്നി 5-ന് 5000 കിലോമീറ്റർ കൂടുതൽ ദൂരപരിധി ഉണ്ടെങ്കിലും പരീക്ഷ സമയത്ത് ഇന്ത്യ പരമാവധി ദൂരത്തേക്ക് മിസൈലുകൾ അയക്കാറില്ല. കാരണം ഡിസ്എൻഗേജ്ഡ് എന്നാണ് ഇതിന് പറയുന്നത്. ദൂരപരിധി ചുരുക്കും. മിസൈലിന്റെ വേഗവും സഞ്ചാരപഥവും ക്രമീകരിക്കുന്നതിലൂടെ അത് ബംഗാളിലെ അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ പതിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പാക്കുകയും ചെയ്യും. ഇത്തരം പരീക്ഷണങ്ങളിലും അതിന്റെ മിസൈലിന്റെ ഗതി നിരീക്ഷിക്കുന്നതിനും ടെലിമെട്രി ശേഖരിക്കുന്നതിനുമൊക്കെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനുമൊക്കെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെ കടലിൽ വിന്യസിക്കാറുണ്ട്. ഒരു മിസൈൽ അതിന്റെ പൂർണ്ണ ദൂരപരിധിയിൽ വിക്ഷേപിക്കുന്നതിന് ജനവാസമില്ലാത്ത വലിയ മേഖലകൾ വേണ്ടിവരും. കൂടാതെ മറ്റു രാജ്യത്തിന്റെ വ്യോമാർഗത്തിലേക്ക് ഇത് കടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കടലിലേക്ക് വിക്ഷേപിക്കുന്ന ഈ മിസൈലിനെ ഇനി അത് മറ്റൊരു രാജ്യത്തേക്ക് അതിനെ വ്യോമാർഗത്തിൽ ഭേദിക്കുകയാണെങ്കിൽ അതിനെ അവിടെ വെച്ച് തകർക്കാനായിട്ട് നമ്മുടെ നാവികസേനയുടെ പോർ കപ്പലുകൾ തയ്യാറായി നിൽക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത്തരം ദൂരപരിധിയേറിയ പരീക്ഷണങ്ങൾക്ക് നിരോധനമുണ്ട്. അവിടെയാണ് നമ്മുടെ ചാന്ദിപ്പൂരിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ചാന്ദിപ്പൂർ വളരെ ശാന്തമായ കഴുത്തിരുമുള്ള ഗ്രാമം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അതിനപ്പുറം രാജ്യത്തിന്റെ ആധുനിക മിസൈലുകൾക്ക് പറന്നു വരികയാനുള്ള പരീക്ഷണ വേദി കൂടിയതാണ്. ഇന്ത്യയുടെ മിസൈൽ ഭൂമി, മിസൈൽ പ്ലേ ഗ്രൗണ്ട് തുടങ്ങിയ ഓമന പേരുകളാണ് ഇന്ത്യൻ സൈനിക ഘടകങ്ങൾ ചാന്ദിപ്പൂരിന് പേരിട്ട് വിളിക്കുന്നത്. DRDOയുടെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് കഴിഞ്ഞ 43 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു. വിജയകരമായി എത്രയോ മിസൈലുകൾ, ഹ്രസ്വദൂര മിസൈലുകൾ മുതൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വരെയുള്ള ഇന്ത്യയുടെ പ്രധാന മിസൈൽ പരീക്ഷണങ്ങൾ എല്ലാം നടന്നത്, എല്ലാത്തിനും വേദിയായത്, എല്ലാ പരീക്ഷണങ്ങൾക്കും വിജയം കൈവരിക്കുന്നതിന് സാക്ഷിയായിരിക്കുന്നത് ഈ ചാന്ദിപ്പൂരാണ്. ഷോർട്ട് മീഡിയം റേഞ്ചിന് പുറമെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ മറ്റ് അതിർത്തി കടക്കാതെ ഈ ടെസ്റ്റ് റേഞ്ചിലാണ് അതിന് പരീക്ഷിച്ചെടുക്കുക. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം തലങ്ങും വിലങ്ങും എടുത്താലും ഏതൊരു മിസൈൽ പരീക്ഷിച്ചാലും ഒരു 1000-1500 കിലോമീറ്റർ അപ്പുറം പോയാൽ അത് മറ്റു രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് കടക്കും. പക്ഷേ ഈ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ചാന്ദിപ്പൂർ, അബ്ദുൽ കലാം ദ്വീപുമൊക്കെ വളരെ കൃത്യമായി ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇടങ്ങളാണ്. ഇവിടെ നിന്നുള്ള വിക്ഷേപണം സുരക്ഷിതമാണ്. ജനവാസ മേഖലകൾ സുരക്ഷിതമായിരിക്കും. മിസൈലിന്റെ സഞ്ചാരപഥം നിരീക്ഷിക്കുന്നതിനും രഹസ്യസ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനും ബംഗാൾ സമുദ്ര മേഖല ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. റീ എൻട്രി ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററായ അഗ്നി AE-01 എന്ന ആ പഴയകാല മിസൈലിന്റെ ആദ്യ പരീക്ഷണവും ഇവിടെ തന്നെയാണ് നടന്നത് 1989 മെയ് 22-ന്. അന്ന് ആ പരീക്ഷണം വളരെ വിജയകരമായിരുന്നു. ഇതോടെ ലോകത്തിലെ പരീക്ഷണ റേഞ്ചുകളിൽ ചാന്ദിപ്പൂർ ITR സുപ്രധാനമായ ഇടം ലഭിച്ചു. അതിനുശേഷമാണ് അഗ്നിയുടെ വിവിധ പതിപ്പുകൾ ഇവിടെ തന്നെ പരീക്ഷിച്ചത്. കൃത്യമായ ദൂരപരിധിയുള്ളതും കൃത്യതയേറിയതുമായ ഭൂതല മിസൈലായ പൃഥ്വി ഈ ടെസ്റ്റിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അതിന്റെ വ്യോമസേന, നാവികസേന പതിപ്പുകളും
ഗൈറോ സ്റ്റെബിലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചതും ഇതേ ചാന്ദിപ്പൂരിലെ ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ കപ്പൽവേദ ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസിന്റെ വിജയകരമായ വിക്ഷേപണ പരീക്ഷണവും ഇവിടെ തന്നെയാണ് ഇന്ത്യ നടത്തിയത്. റഷ്യ ഇന്ത്യക്ക് ബ്രഹ്മോസ് നിർമ്മിച്ചു നൽകിയെങ്കിലും ഇന്ത്യയിലാണ് പിന്നീട് ബാക്കി ബ്രഹ്മോസിന്റെ മിസൈലുകളെല്ലാം നിർമ്മിക്കുന്നതെങ്കിലും അത് പരീക്ഷിച്ചു നോക്കേണ്ട ഇന്ത്യയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ആകാശ്, നാഗ്, തൃശൂൽ, നിഷാന്ത്, പിന്നെ പിനാക്ക റോക്കറ്റുകൾ ഇതെല്ലാം പരീക്ഷിച്ചെടുക്കുന്നത് ചാന്ദിപ്പൂരിൽ നിന്നാണ്. 2003 ഇതിനെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് നാമകരണം ചെയ്തതും അതിനുള്ള സംവിധാനങ്ങൾ നൽകിയതും. 2 പ്രധാന കോംപ്ലക്സുകളാണ് ചാന്ദിപ്പൂരിൽ ഈ ടെസ്റ്റ് റേഞ്ചിലുള്ളത്. ചാന്ദിപ്പൂരിലും പിന്നെ അബ്ദുൽ കലാം ദ്വീപിലുമുള്ള 2 റോക്കറ്റ് ലോഞ്ചിങ് കോംപ്ലക്സുകൾ. പൃഥ്വി, ആകാശ്, തൃശൂൽ തുടങ്ങിയ ഷോർട്ട് റേഞ്ച് മിസൈലുകളുടെ പരീക്ഷണത്തിനാണ് ചാന്ദിപ്പൂർ തീരത്തെ ലോങ് കോംപ്ലക്സ് 3 ഉപയോഗിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കാനും വ്യക്തമായ ട്രാജക്ടറി പാത നൽകാനും ഈ പരീക്ഷണങ്ങൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലാണ് നടത്തുന്നത്. ചാന്ദിപ്പൂരിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് അബ്ദുൽ കലാം കോംപ്ലക്സ്. അഗ്നി 5, അഗ്നി പ്രൈം തുടങ്ങിയ ലോങ് റേഞ്ച് മിസൈലുകൾ പരീക്ഷിക്കുന്നത് ഇവിടെ വെച്ചാണ്. അത്യാധുനിക റഡാർ, ടെലിമെട്രി, ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഇന്ത്യ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതവും ഒറ്റപ്പെട്ടതുമായ ദ്വീപ് ഇന്ത്യൻ സായുധ സേനയുടെ എല്ലാത്തരം പരീക്ഷണങ്ങൾക്കും വേദിയാകും. എന്തായാലും ചാന്ദിപ്പൂരിൽ നിന്നും ഏറ്റവും ഒടുവിൽ നടന്ന ഓഗസ്റ്റ് 20 നടന്ന അഗ്നി 5 മിസൈലിന്റെ വിക്ഷേപണം വളരെ വിജയകരമായിരുന്നു. അത് 5000 കിലോമീറ്റർ അധികം പറക്കുമെന്നാണ് ഇപ്പോൾ DRDOയുടെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇതിന്റെ MIRV പതിപ്പ് കൂടി പ്രവർത്തനക്ഷമമാകുമ്പോൾ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്ന പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈലായി അഗ്നി 5 മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിനൊപ്പം ചാന്ദിപ്പൂരും ഇന്ത്യയുടെ ഏത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആയാലും സൂപ്പർസോണിക് മിസൈൽ ആയാലും അത് പരീക്ഷിക്കാനുള്ള ഒരു കൃത്യമായ ഇടം തന്നെയാണ് ഇപ്പോൾ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ച്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച